ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കുണ്ടായിരുന്നൊരു ഓർഡറാണ് ഇത്. കറ്റാർവാഴയുടെ സോപ്പാണ് കേട്ടോ വരുന്നത്. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സ്റ്റാർട്ടിങ് മുതൽ ഈ നാൾ വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന സോപ്പുകളിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേരയുടെ സോപ്പാണ് കേട്ടോ. മുൻപും നമ്മൾ പലതവണ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ 2 കിലോ ഗ്ലിസറിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കൂടാതെ തന്നെ ലൈക്കും ചെയ്യണേ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറ്റാർവാഴയുടെ സോപ്പ് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസൊക്കെ നമ്മളിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കറക്റ്റ് 2 കിലോ അല്ല, ഒരു 12 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഗ്രാം എടുക്കാതെ കുറച്ച് ഗ്രാം കൂടുതൽ എടുക്കുക. ബേസ് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബേസ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ വെള്ളത്തിലേക്ക് നമ്മുടെ ബേസും കൂടെ കൂട്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കാരണം മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കറ്റാർവാഴ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കറ്റാർവാഴയുടെ തണ്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മഞ്ഞളിക്കൂടെ എല്ലാം പോയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കണം കേട്ടോ ഇത്. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം റിമൂവ് ചെയ്ത് നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലഷ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലീഫ് വീണ്ടും ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ, അത് ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുള്ളു പോലുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് നമ്മൾ വെള്ളത്തിലാണ് കേട്ടോ റിമൂവ് ചെയ്തിടുന്നത്. വെള്ളത്തിൽ റിമൂവ് ചെയ്തിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആ ഒരു മഞ്ഞക്കറ എന്നിട്ട് പോകാനുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോൾ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കിയാലും ഈ ഒരു രീതിയിലാണ് ചെയ്യാറ്. അങ്ങനത്തെ നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് മുഴുവനായിട്ടും ആ ഒരു വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. വീണ്ടും അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോകാനായിട്ട് നമ്മൾ അരിപ്പയിൽ വെച്ചതാർന്നിട്ടേ കാണുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെറിയ പീസുകളാക്കിയിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതെന്തായാലും അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്, 2 kg. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അലോവേരയുടെ ജ്യൂസാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവാതെ വരിക, സോപ്പ് ബേസിന് ക്വാളിറ്റി ഇല്ലാതെ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സോപ്പ് പെട്ടെന്ന് മെൽറ്റായി പോവുക, അല്ലെങ്കിൽ ഈ സോപ്പ് പിടിക്കുമ്പോൾ പതുപതൂന്ന് ആവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അലോവേരയുടെ ജ്യൂസ് ഒരു 93 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ചേർക്കുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഓപ്ഷണലാണ് കേട്ടോ. ഓൾറെഡി ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി ഞാൻ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിനും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓയിലിന് പകരം നമുക്ക് അതിൻ്റെ ക്യാപ്സ്യൂളാണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു 2 ഗ്രാമിൻ്റെ അടുത്ത് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 100 ഗ്രാമാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബേസ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട്. ആ ഒരു അലോവേരയുടെ ജ്യൂസ്, വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇയുടെ ഓയിൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് മോൾഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് വരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇത് ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അലോവേരയുടെ മിക്സ് ഉണ്ടല്ലോ, അതുങ്ങളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അലോവേരയുടെ ആ ഒരു മിക്സുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അങ്ങനത്തെ നമ്മൾ ആ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് സ്മെല്ലാണ്. അലോവേരയുടെ സോപ്പിന് അലോവേരയുടെ സ്മെല്ലാണ് ഞാൻ ചേർക്കാറ്. ഒരു 50 ml ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന കമ്പനി അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും. ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ കളർ ആഡ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് കളർ ചേർത്തിട്ടുള്ള അലോവേരയുടെ സോപ്പായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ ഗ്രീൻ കളർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കളർ അങ്ങനെ ആഡ് ചെയ്യാറില്ല. അതേ നമ്മളണ്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഒരു സോപ്പിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിലിക്കൺ മോൾഡാണ്, ഉരുക്കി പോകത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിലൊരു പത കളയാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളാണ് ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം ഓരോരോ മോൾഡിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഫൈനലി സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള കാരണമൊക്കെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസിന് പകരം അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണെങ്കിലും ഈ ഒരു സെയിം മെഷർമെൻറ്റ് ചേർത്താൽ മതിയാകും. അങ്ങനത്തെ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് ഇതേ നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 100 ഗ്രാമിൻ്റെ മോൾഡിലാണ്. ആ വൈറ്റ് കാണുന്നത് ഏകദേശം ഒരു 90 ഗ്രാമിൻ്റെയൊക്കെ മോൾഡാണ്. മെത്തിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ 90ൻ്റെ മുകളിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സെറ്റായി കിട്ടാനായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഞാനിത് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പം ഇതെന്തായാലും ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് സെറ്റായതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ സോപ്പ് വരുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു കൈവിരലുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ സോപ്പിൻ്റെ മുകളിൽ കൂടെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എല്ലാ സോപ്പും ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവമായിരിക്കുമല്ലോ അലോവേര എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അലോവേരയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ എടുത്ത് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടാകും. അപ്പോൾ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കറ്റാർവാഴയൊക്കെ ഒരുപാട് വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് ഒന്നല്ലെങ്കിൽ സോപ്പ് ഇതുപോലെ അല്ലെങ്കിൽ ഷാമ്പൂ, ഫേസ് വാഷ് അല്ലെങ്കിൽ ക്രീം ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൂടി നമ്മുടെ ഓൺ യൂസിനൊക്കെ ആണെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കോസ്മെറ്റിക്സിൻ്റെ പുതിയതായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നത് പാച്ച് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ ഉപയോഗിക്കേണ്ടത്. അങ്ങനത്തെ നമ്മൾ ഓരോരോ സോപ്പുകളായിട്ട് ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സോപ്പും ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇതാണ് നമ്മുടെ സോപ്പ് വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ഓരോ സോപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എല്ലാ സോപ്പും ഒരേ വെയിറ്റിലല്ല കേട്ടോ വന്നിരിക്കുന്നത്. വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ pH കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കി പിന്നെ അതിൻ്റെ pH കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു സോപ്പ് നമ്മൾ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് അൺമോൾഡ് ചെയ്തതിന് ശേഷം ഏത് രീതിയിലാണോ നമ്മൾ കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലം കൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ സോപ്പിൽ പെട്ടെന്ന് സ്വെറ്റിങ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ കരുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോപ്പിൽ സ്വെറ്റിങ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസമാണ്. 3 മാസത്ത് പറഞ്ഞാലും നമ്മളതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഷെൽഫ് ലൈഫിലും വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അലോവേര സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ലിപ് ബാമോ, ഷാമ്പൂ, ഫേസ് വാഷ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.